ഹായ് ഫ്രണ്ട്സ്, 90s കാസറ്റ്സിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് 90സിൽ നിന്നും കുറച്ച് താഴേക്ക് പോവുകയാണ്. മാനത്തെ കായലിൻ മണപ്പുറത്തിന്നൊരു താമര. ഞാൻ ഈ 6ലും 7ലും ഒക്കെ പഠിക്കുമ്പോഴാണ് ഈ സിനിമയും പാട്ടുകളെ കുറിച്ചൊക്കെ ശ്രദ്ധിക്കുന്നത്. അതും ടേപ്പ് റെക്കോർഡിലൊന്നുമല്ല. അന്ന് ആകാശവാണിയിൽ കേൾക്കുന്ന മലയാള പാട്ടുകളൊക്കെ കേൾക്കാറുണ്ട്, ആസ്വദിക്കാറുണ്ട്. ദൂരദർശനിൽ വരുന്ന ചിത്രങ്ങൾ, അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയാലും കളർ ആയാലും ഒക്കെ അന്ന് കാണാറുണ്ട്, ആസ്വദിക്കാറുണ്ട്. അതിലെ പാട്ടുകളൊക്കെ ഇഷ്ടപ്പെടാറുണ്ട്. അപ്പോ അന്ന് ആകെ അറിയാവുന്ന രണ്ട് ഗായകന്മാർ എന്ന് പറയുന്നത് ഒന്ന് ദാസേട്ടനും പിന്നൊന്ന് ജയേട്ടനുമാണ്. ഗായികമാരെ കുറിച്ച് അത്രത്തോളം വലിയ അറിവൊന്നുമില്ല. അപ്പോ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നിങ്ങൾ ഇപ്പോൾ കേട്ട ഈ ഒരു ഗാനം ഞാൻ കേൾക്കുന്നത്. പക്ഷെ എന്തായാലും അത് ദാസേട്ടന്റെയും ജയേട്ടന്റെയും ശബ്ദത്തിൽ നിന്ന് വന്നതല്ല എന്നുള്ളത് എനിക്ക് എന്തായാലും ഉറപ്പായി. അപ്പൊ ഞാനത് ശരിക്കും ആ ഒരു ഗായകൻ ആരാണ് എന്നുള്ളത് ഞാനൊന്ന് എന്തായാലും ആ ശബ്ദം ശ്രദ്ധിച്ചത് കൊണ്ട് മാത്രമാണ് എനിക്ക് ആ ഒരു ഗായകൻ ആരാണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായത്. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ബ്രഹ്മാനന്ദൻ എന്ന ഗായകനായിരുന്നു ആ ഒരു ഗാനം പാടിയിട്ടുള്ളത്. 1969 റിലീസായ കള്ളിച്ചെല്ലമ്മ എന്ന ചിത്രത്തിലെ ഈ മാനത്തെ കായലിൽ എന്ന ഗാനം പാടിക്കൊണ്ടായിരുന്നു ബ്രഹ്മാനന്ദൻ ചലച്ചിത്ര ലോകത്തേക്ക് കടന്നു വരുന്നത്. അപ്പൊ ആ ചിത്രത്തിന് സംഗീതം, ആ ഒരു ചിത്രത്തിലെ ഗാനത്തിന് സംഗീതം പകർന്നത് രാഘവൻ മാഷും ഗാനം എഴുതിയത് പി ഭാസ്കരനുമായിരുന്നു. ഏതായാലും എനിക്കിഷ്ടപ്പെട്ട അദ്ദേഹത്തിന്റെ ചില ഗാനങ്ങളുണ്ട്. അതിനുവേണ്ടി ഞാൻ എന്റെ മൊബൈലിൽ ഒരു പ്ലേലിസ്റ്റ് തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിലെ എനിക്ക് ഇഷ്ടപ്പെട്ട ആ ഗാനങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. താമരപ്പൂ നാണിച്ചു നിന്റെ തങ്കീല നിശീദിനേ മുള്ളവളെ പ്രിയാരകരൂപിണി നീ എന്നുമെന്ദ്രിക ചർച്ചിതമാം രാത്രിയോടോ ദാമതൻ താഴ്വരയിൽ പണ്ടൊരിട പ്രമേതെന്നറിയാത്ത തീർത്ഥയാത്ര. പലപ്പോഴും ഞാൻ പല വീഡിയോയിലും അല്ലെങ്കിൽ പലരോടും പല കലാകാരന്മാരെ കുറിച്ചും ചർച്ച ചെയ്യുമ്പോൾ പറയുന്ന ഒരു വിഷയമുണ്ട്. അത് ഈ സിനിമാ മേഖലയിലായാലും മറ്റു കലാമേഖലകളിലായാലും ആ കഴിവും പ്രതിഭയും മാത്രം പോരാ. ശരിക്കും കുറച്ച് ഭാഗ്യം കൂടിയൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് ആ ഒരു രംഗത്ത്, അതായത് ആ കഴിവുള്ളവർക്ക് ആ ഒരു രംഗത്ത് മുന്നേറാൻ പറ്റുള്ളൂ. അപ്പോ ശരിക്കും ബ്രഹ്മാനന്ദനടക്കം ഒരുപാട് കലാകാരന്മാർ ശരിക്കും അവരുടെ ആ ഒരു പ്രതിഭ ശരിക്കും തെളിയിക്കാൻ പറ്റാതെ പലപ്പോഴും അവരുടെ പ്രതിഭ മങ്ങിപ്പോയിട്ടുണ്ട്. അപ്പൊ അതിനുള്ള ഒരു സാഹചര്യം ഉണ്ടായിപ്പോയിട്ടുണ്ട്. എന്തായാലും അത് നിർഭാഗ്യം എന്ന് തന്നെ പറയാം. എന്തായാലും ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്തൊരു വീഡിയോയുമായി തിരിച്ചു വരാം. ബൈ.